ഷജിട്ടാ ഹലോ. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ തലശ്ശേരി കലാപം വീണ്ടും ചർച്ചയാവുകയാണല്ലോ. CPM-ഉം പിന്നെ പിണറായി വിജയനാണ് തലശ്ശേരി കലാപത്തിലെ ഹീറോ എന്ന് CPM-ന്റെ പറച്ചിൽ ഏറ്റവും വലിയ പച്ച കള്ളമാണെന്നും ഒക്കെ തെളിയത്തക്ക രീതിയിൽ പിന്നെ ഒരു എന്താ പറയാ KM ഷാജിയുടെ ഒരു പ്രസംഗമൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ചേട്ടന് അതിനെക്കുറിച്ചൊക്കെ കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചേട്ടൻ ആ നാട്ടുകാരനാണ്. തലശ്ശേരി കലാപം CPM കാണിക്കുന്ന ഒരു കപട മുസ്ലിം സ്നേഹമല്ലേ? തീർച്ചയായും. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാല്, ഈ കേരളത്തിലെ പിന്നെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയുടെ സംരക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ 1971 ഉണ്ടാക്കിയ തലശ്ശേരിയിലെ കലാപം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. സത്യത്തിൽ ഈ കലാപത്തിന്റെ ബീജാഭാവം ചെയ്ത് അതിന് ഗർഭം ധരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഗർഭം ധരിപ്പിച്ചത് ആര്? ഈ ഗർഭം ധരിപ്പിക്കുന്നതിന് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് തലശ്ശേരി തന്നെ ആയി എന്നുള്ളതാണ് അത് രണ്ടാമത് വരുന്നൊരു വിഷയം. ഇവിടെയാണ് ഈ കേരളത്തിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്താ പറഞ്ഞാല്, നമ്മളെ ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് ഈ കേരളത്തിനകത്ത് വളരെ പ്രധാനമായി വന്നിരിക്കുന്ന സംഭവമുണ്ട്. PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട്. മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെയും സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറി എന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പരാമർശത്തിനെതിരെ അയാൾ നടത്തിയിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന പ്രസ്താവനയും വാർത്തയും ഇത് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാല്, കേരളത്തിലെ മുസ്ലിം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കള്ളന്മാരാണ്, സ്വർണ്ണക്കടത്തുകാരാണ്, തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഒരു പ്രചരണ രീതിയുണ്ട് അതിനകത്ത്. ഈ രീതി ഇയാൾ ഇപ്പോൾ നടത്തുമ്പോൾ ഇയാൾ നേരത്തെ എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ഈ 71 തലശ്ശേരിയിലെ കലാപം. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു സ്പേസ്. ഇതാണ് ഈ തലശ്ശേരിയില് അത് നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ട സംഭവം. ഇന്ന് കാണുന്ന കേരളമല്ല ഈ 1971 ഉണ്ടായിരിക്കുന്ന കേരളം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന തലശ്ശേരിയുമല്ല അന്നത്തെ തലശ്ശേരി എന്ന് പറയുന്നത്. അത് എന്തായാലും തീർച്ചയായും സ്വാഭാവികമായിട്ട് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന കാലത്താണ് ഈ തലശ്ശേരിയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ലീഗ് വിരുദ്ധ പ്രസംഗം നടത്തിയിരുന്ന ഒരാളാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഈ അന്ന് തലശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പർ, തലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ് അയാൾ. ഇത് ഈ പറയുന്ന പ്രയോഗം നടത്തുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകരുന്നു. അതിനകത്ത് ആഭ്യന്തര നമ്പൂരിപ്പാട് തന്നെ CPI-യുടെ മന്ത്രിമാർക്കെതിരെ, അതും സമാരാധ്യരായിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. വെല്ലിംഗ്ടൺ ഉൾപ്പെടെയുള്ള കക്ഷികൾക്കെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്പൂരിപ്പാട് വേറെ രീതിയിൽ ശ്രമിക്കുന്നു. അത് വന്നു. അവസാനം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ MN ഗോവിന്ദ്, അതായത് നമ്പൂരിപ്പാടിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുള്ള ആള്, അല്ലെങ്കിൽ ഏക മനുഷ്യൻ ആയിട്ടുള്ള ഈ MN എതിരായി പോലും അയാൾ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ MN സങ്കടത്തിൽ പറയുന്നുണ്ട്, ഇത് എന്നോട് നിങ്ങൾ തന്നെ കാണിക്കണം കേട്ടോ പറയുന്ന ഒരു ചിത്രം കൂടി. അതിൽ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാണത്. അപ്പൊ ഈ MN അടക്കം എതിരായ അടക്കം ആരോപണം ഉന്നയിച്ചോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭ തകരുകയാണ്. ഈ മന്ത്രിസഭ തകരുന്ന ഘട്ടത്തിൽ അതിനകത്ത് ആ മന്ത്രിസഭക്ക് ആരുണ്ടെന്ന് പറഞ്ഞാൽ ലീഗുണ്ട്. ഈ മന്ത്രിസഭ തകർന്നതോടുകൂടി തലശ്ശേരി എന്ന് പറയുന്ന മുൻതൂണ മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ഒരു ഭാഗം എവിടെയാണെന്ന്, ഒരു ഭാഗം എന്നല്ല അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം മലപ്പുറത്തെ ഇപ്പൊ നമ്മൾ പറയുന്ന പാണക്കാട് തങ്ങൾക്കുണ്ടായിരിക്കുന്നതിന്റെ അത്രത്തോളം വരാവുന്ന ഒരു വലിയ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ് തലശ്ശേരിക്കകത്തെ CKP ചെറിയ മമ്മൂക്കൈ. മരിച്ചുപോയി. ഈ മമ്മൂക്കൈ തലയിൽ വെക്കുന്ന മുസ്ലിം ആചാരപ്രകാരം വെക്കുന്ന തൊപ്പിയുണ്ട്. ഈ തൊപ്പി മമ്മൂക്കൈക്ക് തലയിൽ വെക്കാൻ പറ്റുന്നില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, തല ചൂടായിരിക്കുന്നു. അയാൾ ഉന്മാദിയെ പോലെ നിൽക്കുകയാണോ എന്ന് ആക്ഷേപിച്ചിട്ട് മമ്മൂക്കയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന അതിരൂക്ഷമായ പ്രസംഗം, അതായത് തനി വഷണൻ പ്രസംഗം ഇയാൾ തലശ്ശേരി ടൗണിൽ ഇപ്പൊ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തലശ്ശേരി ടൗണിൽ ഒരു പഴയ ബസ് സ്റ്റാൻഡിനകത്ത് CMT ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇപ്പൊ അത് പുതുക്കിയ ഒരു പെട്രോൾ പമ്പായിട്ട് മാറാൻ പോവുകയാണ്. അതിന്റെ അരയാളുടെ ചൂട്ടിൽ നിന്നിട്ടാണ് ഇയാൾ ഈ പ്രസംഗം നടത്തുന്നത്. ഇതോടുകൂടി എന്തായി എന്ന് പറഞ്ഞാല് അതിശക്തമായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വികാരം, ലീഗ് വിരുദ്ധ വികാരം എന്തായി മാറുകയാണ്? മുസ്ലിം വിരുദ്ധ വികാരമായി പാർട്ടി സഖാക്കൾക്ക് ഇടയിലേക്ക് ഇയാൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിശക്തമായി ഇയാൾ ഇഞ്ചക്ട് ചെയ്തു. അങ്ങനെ ഇതെന്തായി തീർന്നു പറഞ്ഞാൽ പാർട്ടിക്ക് അകത്തുണ്ടായിരിക്കുന്ന ആളുകൾ, CPI-ക്കകത്തുണ്ടായിരിക്കുന്ന ആളുകൾക്കും അങ്ങനെ പൊതുവിൽ വന്നിരിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിന്റെ ഒരു എഞ്ചിനായി ഈ പറയുന്ന പ്രസ്താവനകൾ മാറുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിലാണ് തലശ്ശേരിക്കകത്ത് ഒരു അത്തരത്തിലുണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ സാധ്യതയെ ആര് പ്രയോഗിക്കുകയാണ്? തികച്ചും സ്വാഭാവികമായിട്ടും ഒരു മറുപക്ഷത്തുണ്ടാകുന്ന ഒരു വിഭാഗം പ്രയോഗിക്കുന്നു.
ആ വിഭാഗം പ്രയോഗിക്കുന്നതിനാണ് നൂർജഹാൻ ഹോട്ടലിന്റെ മുമ്പിലൂടെ വന്നിരിക്കുന്ന ഒരു അടിയറ യാത്ര ഇതിന് ക്ഷേത്ര സംബന്ധമായ ഇതുമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതിന്റെ അടുത്തുനിന്ന് ചെരിപ്പറിയുന്ന സംഭവം ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് ഈ പറയുന്ന കുഴപ്പം കലാപത്തിന്റെ അവസ്ഥയിലേക്ക് ഇത് കടക്കുകയും ചെയ്തത്. അപ്പൊ ഈ കലാപത്തിന്റെ ഘട്ടത്തിൽ ഇത് കടക്കുന്ന ഇതിനകത്ത് വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാല് തലശ്ശേരിക്കകത്ത് ഇത് വളരെ ഗൗരവതരമായിരിക്കുന്ന മറ്റൊരു ഇമ്പാക്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇതിന്റെ അനുകരണങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മതല കിടക്കുന്നത്. അതിന്റെ അനുകരണങ്ങൾ മുഴുവൻ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആധിപത്യമുള്ള മേഖലകൾക്കകത്താണ് മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത വിധത്തിൽ അക്രമങ്ങൾ ഉണ്ടായിത്തീർന്നത്. ഈ അക്രമം ഉണ്ടായിത്തീർന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് അതൊന്ന് പാറപ്പുറമാണ്, മറ്റൊന്ന് എവിടെയാണെന്ന് പറഞ്ഞാൽ പിണറായി തന്നെ ഉണ്ടായിരിക്കുന്ന ഉമ്മൻചിറ എന്ന് പറയുന്നത്. ഉമ്മൻചിറ ഒരു വലിയ അതിശക്തമായിരിക്കുന്ന ഒരു മുസ്ലിം ബെൽറ്റാണ്, ഒരു കേന്ദ്രവും കൂടിയാണ്. ഇവിടെയാണ് ഇത് ഏറ്റവും ശക്തമായ രീതിയിൽ ഈ സംഭവം സ്വാധീനിച്ചത്. ഉമ്മൻചിറയിലെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന പാർട്ടിക്കകത്ത് CPM-ന്റെ അകത്ത് വിട്ടിരിക്കുന്ന ആളുകൾ പെട്ടിട്ടുണ്ട്, CPI-ന്റെ അകത്ത് വിട്ടിരിക്കുന്ന ആളുകൾ. ഇതെല്ലാം ഈ വികാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇതിന് വലിയ ഒരു പ്രതിരോധ നിൽക്കുന്നതിന് അടുത്ത ഉണ്ടാക്കുന്ന പാർട്ടി CPM തന്നെയാണ് അവിടെ മുൻകൈ എടുക്കുന്നത്. ആ മുൻകൈ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച ഒരാളാരാന്ന് പറഞ്ഞാൽ ഒന്ന് എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലനാണ്. മറ്റൊന്നാരാന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖല എക്കാലവും കണ്ടിട്ടുള്ള ഒരു വലിയ ആയോധനകലയിലെ വലിയ നിപുണനും കൂടിയായിട്ടുള്ള സഖാവ് ചെറായി എന്താട്ടനും കൂടിയാണ്. അന്നത്തെ അതിനുശേഷമാണ് ഈ പ്രദേശത്ത് മുഴുവനുള്ള ആളുകൾക്ക് മുഴുവൻ തന്നെ, അതായത് കൊള്ളയടിക്കപ്പെട്ടവർ മറ്റു രീതിയിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടവർക്ക് അരിയും ഭക്ഷണ സാധനവും വിതരണം ചെയ്യുന്നത് പോലും ഈ പറയുന്ന പാണ്ഡ്യാല ഗോപാലനും ഈ ചെറായി എന്താട്ടുമാണ്. ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ സ്റ്റേറ്റ് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വാർത്തയാണ്. അപ്പോഴെല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ വിദ്വാൻ എവിടെയുണ്ട്? അപ്പോൾ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വിദ്വാൻ എവിടെയുണ്ട്? അയാൾ സീനിലേ ഇല്ല. ഇതാണ് ഇതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഇനി ഇതിന്റെ വേറെ രണ്ടാമത്തെ ഒരു വിഷയം നിങ്ങൾ എടുക്കും. ഈ കലാപം പടർന്നല്ലോ. കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇയാൾ എപ്പോഴാണ് തലശ്ശേരിയിൽ എത്തുന്നത്? ഇയാൾ തലശ്ശേരിയിൽ വരുന്നത്, ഇയാളെ കൂട്ടി വരുന്നത് ആരാണെന്ന് അറിയുന്നത്? CMP-യിൽ നിന്ന് ഇപ്പൊ CPM-ലേക്ക് തിരിച്ചു പോയിരിക്കുന്ന സഖാവ് പാട്ടിൻ രാജേട്ടൻ, മുൻ MP പാട്ടിൻ ഗോപാലേട്ടന്റെ സഹോദരൻ പാട്ടിൻ രാജേട്ടൻ അന്ന് കൂത്തുപറമ്പിലെ അഡ്വക്കേറ്റുമാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ ടാക്സി തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയുമാണ്. അങ്ങനെ ടാക്സി തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി എന്ന നിലയിൽ കിട്ടുന്ന ഒരു അധികാരം അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് കൂത്തുപറമ്പിൽ നിന്ന് ഒരു ടാക്സിയും എടുത്ത് വന്നിട്ടാണ് പിണറായിയിൽ വന്നിട്ട് ഈ ചങ്ങായിയെ കൂട്ടിയിട്ടാണ് ആര് വരുന്നത്? പാട്ടിൻ രാജേട്ടൻ തലശ്ശേരിയിലേക്ക് വരുന്നത്. ഈ ചങ്ങായി എവിടെയുണ്ട്? ഇയാൾ എവിടെ ഇല്ലാന്ന് മാത്രം ഇയാളെ കൂട്ടിയിട്ട് പാട്ടിൻ രാജേട്ടൻ അപ്പം തോന്നുന്നു ഇയാളുടെ സഹോദരനെ പോയപ്പോൾ ഇയാളുടെ സഹോദരൻ പോയത് പാറപ്പുറത്തെ പള്ളി പൊളിക്കുന്നതിൻ്റെ അകത്ത് കേസിലെ പ്രതിയാണ് ഇയാളുടെ ഏട്ടൻ മുണ്ടയ്യ കോരന്റെ മകൻ കുമാരൻ. അയാൾക്ക് വേറൊരു ഇരട്ട പേരുണ്ട്, ജപ്പാൻ കുമാരെന്ന് പൂച്ചിക്കുമാരെന്ന് വിളിക്കുന്ന ഇരട്ട പേരുണ്ടാക്കുന്ന കുമാരെ. അത് ധർമ്മട പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്ന രജിസ്റ്റർ കേൾക്കുന്ന കേസിനകത്ത് ഈ പറയുന്ന കുമാരന്റെ പേരുണ്ട് ഇതിനകത്ത്. ഇതാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം. ഇതാണ്. അപ്പൊ ഇത് ഇത്തരമൊരു വളരെ വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യം നിലനിൽക്കവേ ഇയാളാണ് ഇതിനെ പ്രതിരോധിച്ചു വരുമ്പോൾ ഇയാളുടെ വാസ്തവത്തിൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ തലശ്ശേരി പരിസര പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന പെട്രോൾ ഒഴിച്ചു അതിന്റെ സ്റ്റീം ഇയാളായിരുന്നു. വാസ്തവത്തിൽ അതിന്റെ റോളറിന്റെ ആൾ ഇയാളായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇതാണ്. ഇത്തരമൊരു വസ്തുത നിലനിൽക്കവെയാണ് ഇനി മറ്റൊരു വേർഷൻ നിങ്ങൾ എടുത്തോ. ഇതിനകത്ത് CPM-ൽ പെട്ടിരിക്കുന്ന ആൾ മാത്രമല്ല CPI-ൽ പെട്ടിരിക്കുന്ന ആളുകൾ പെട്ടിട്ടുണ്ട്. ആ പെട്ടിരിക്കുന്ന ആളുകളെ അന്നത്തെ 71-ലെ അച്യുതമേനോൻ മന്ത്രിസഭയാണ്. അച്യുതമേനോൻ മന്ത്രിസഭകത്ത് തലശ്ശേരിക്കാരനായിരിക്കുന്ന പിണറായിക്കാരനായ സഖാവ് NE ബലറാം. ആ NE ബലറാമാണ് പറഞ്ഞത് ഇതിനകത്ത് പെട്ടിരിക്കുന്നത് ആരാണ് നോക്കുന്നത്, മുഖം നോക്കാതെ അവരെ പേര് മുഴുവൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് NE ബലറാം. ആ പാഠനം ആവശ്യപ്പെട്ടു. അന്നത്തെ അച്യുതൻ ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രി അച്യുതൻ ആവശ്യപ്പെട്ടു, സർക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസിന്റെ അതിശക്തമായിരിക്കുന്ന ആക്ഷന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഈ കലാപം അതിന്റെ എന്താ പറയാ അതിനെ അണക്കുന്ന ഒരു പ്രക്രിയ കടക്കുന്നത്. CPI-യിൽ പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെ എന്തായിരുന്നു നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവർ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്തു. എന്നാ CPM-നകത്ത് വിട്ടോനോ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല വീരപുരുഷന്മാരാക്കി നിർത്തിയത്. അതിലേറ്റവും നേതൃത്വം കൊടുത്തിരിക്കുന്ന ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ 1 വർഗീയവാദി, ഈ കേരളത്തെ ശ്മശാന ഭൂമിയാക്കാൻ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയിരിക്കുന്നയാൾ. ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. വായി തുറന്നാൽ കളവ് മാത്രം പറയുന്ന ഒരാൾ. ഏറ്റവും അവസാനം എന്തായെന്നറിയോ? ഇവർ പറയുന്നത് വെച്ചാൽ CPI-ക്കാർ പെട്ടു എന്നുള്ളത് അവർ സത്യസന്ധമായിട്ട് അവർ പറയുകയാണ് ചെയ്തത്. അതേ തുടർന്ന് അവര് ഒരു ലഘുലേഖ അവർ പുറത്തിറക്കി. ആ ലഘുലേഖ അന്ന് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ നേരത്തെ ആ ലഘുലേഖ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലഘുലേഖയാണ് പോയി പോയതല്ല. ആ ലഘുലേഖത്ത് അവർ ഓരോ സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ പേര് വരെ അവർ പറയുന്നുണ്ട്. ഇന്ന ആളുകൾ അതിനകത്ത് വന്നു പേരും
അപ്പൊ ഇത് വസ്തുത ഇതായിരിക്കവേ ഇതല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള അതിശക്തമായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വികാരം നിർമ്മിക്കുന്നതിൽ ഇയാൾക്കുണ്ടായിരിക്കുന്ന താല്പര്യം എന്തായിരുന്നു എന്ന് ഇത് കൂട്ടി വായിക്കേണ്ട എവിടെയാണ്. അതുകൊണ്ട് 71 കലാപം ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരാൾ, ആ ആളുടെ അതേ നീച ബുദ്ധി തന്നെയാണ് ഇപ്പോ ഈ മലപ്പുറം ഇത്ര വൃത്തികെട്ട ഒരു സ്ഥലമാണ് എന്ന രീതിയിൽ പ്രചരണം നടത്താൻ ഇയാളെ പ്രേരിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്പർ 1 വർഗീയവാദിയാണ് ഇയാൾ. ഒരു പൊതുസമൂഹത്തിന്റെ ആരോഗ്യകരമായിരിക്കുന്ന മനസ്സിനെ വ്രണപ്പെടുത്തുന്ന എല്ലാവിധ കുൽസിത ബുദ്ധിയും നടത്തിയിട്ട് തീവ്രത്താടുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ തലശ്ശേരിയിലെ കലാപത്തിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ടും ഈ പറയുന്ന മനുഷ്യന്റെ തലയിൽ ഉദിച്ചതാണത്. അതിനെ ഭംഗിയായിട്ട് അത്തരം ഒരു സംഗതി ഹാർവെസ്റ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചു, സ്വാഭാവികമായിട്ടും പരിവാറിന്റെ ഭാഗത്ത് അത്തരം ശ്രമം ഉണ്ടായിരിക്കും. കാരണം അത് 2 മതവിഭാഗം തമ്മിലുള്ള തർക്കത്തിന്റെ വിഷയമാണ്. അത് സ്വാഭാവികമായിട്ട്. പക്ഷേ എന്ത് താല്പര്യത്തിന്റെ പേരിലായിരുന്നു ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റാൻ ശ്രമിച്ചിരിക്കുന്ന ഇടപാട്? ഇതാണ് അതിന് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. ബേസിക്കായ ചോദ്യം ഇതാണ്. ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റി തീർക്കുക, ഈ മാറ്റി തീർക്കുക വഴി ഹിന്ദു വോട്ട് ബാങ്കിനെ സമാഹരിക്കുക എന്നുള്ള വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ അന്ന് എടുത്തിരിക്കുന്ന അതേ ടാക്ടിക്സ് ആണ് ഇപ്പോഴും ഈ മഹാഭാവി ഈ കേരളത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് അതാണ്. ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ചിത്രം എന്നാണ് എനിക്ക് വസ്തുതയുടെ പിൻബലത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇതിനകത്തെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ കലാപത്തിൽ കുമാരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വീരപരിവേഷം കുമാരന് കൊടുത്തു. കുമാരൻ ശരിക്കും കള്ളുഷാപ്പിലുണ്ടായ തല്ലിൽ അല്ല അത് പോരാ. അതേ സംഭവം എന്ന് പറഞ്ഞാല് അത് ഇയാളെ ഏട്ടൻ കുമാരൻ എന്ന് പറഞ്ഞത് ബേക്കറി നടത്തുന്ന ആളാണ്. ഇയാളുടെ ഏട്ടൻ മറ്റേതാരാന്ന് പറഞ്ഞാൽ അത് കുഞ്ഞിരാമനാണ്. യു കെ കുഞ്ഞിരാമൻ അല്ലെ? കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ആലോചിക്കണ്ട്. തലശ്ശേരിയിൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ എന്തിനോടോ വെരുമ്പായി പള്ളിയുടെ അടുത്ത് പ്രശ്നം വേണ്ട കരുതല്. വെരുമ്പായി പള്ളിയുടെ അടുത്ത് ആരാ ആടെയാരാ പരിവാറുകാരില് ആരെന്ത് പരിവാറുകാരെന്ന് വെരുമ്പായി പള്ളിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന കോട്ടയാണതല്ലോ. ചേട്ടാ, ആ ഏരിയയില് ഈ പറയുന്ന പരിവാറോ ഈ സംഘപരിവാറോ അല്ലെങ്കിൽ ഹിന്ദു മുന്നണി, അതായത് ഈ പറയുന്ന RSS എന്ന് ഇവര് പറയുന്ന ഒരു വർഗീയ കക്ഷികളും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു റോൾ അവർക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് പറയുന്നു? അല്ല, അങ്ങനെയല്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ജനസംഘമൊന്നും അതിൽ വന്നിട്ടേ ഇല്ല. ജനസംഘം അത്തരമൊരു സംഭവം, അതായത് ഈ ജനസംഖ്യയിലെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മലബാർ മേഖലയിൽ ഒരു പച്ച പിടിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പൊ പച്ച പിടിച്ചു വരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തെ അവർ വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉപയോഗിച്ചു. പക്ഷേ ഈ പള്ളി പൊളിക്കുന്നതിനകത്തും ഈ പറയുന്ന ഇയാൾ അടിച്ചു കൊടുക്കുന്നതിനകത്തും ആർക്ക് പങ്കില്ല? ഇവതൊന്നും വേറെ ആർക്കും പങ്കൊന്നുമില്ല, ഒരു പങ്കുമില്ല. തന്നെയാണ് പറയപ്പെടുന്നത്. അവർക്കൊന്നും പങ്കില്ല. അവർക്ക് പങ്ക് ഈ പറയുന്ന വെരുമ്പായി പള്ളിയുടെ അടുത്ത് ആർന്ന പള്ളി അവർ പറഞ്ഞിട്ട് ആ പള്ളിക്കകത്ത് ഷാപ്പിൽ അടികൊണ്ടിട്ട് മരിക്കുകയും ചെയ്യാറ് ഈ UK കുഞ്ഞിരാമേ. അത് കേരളത്തിലെ നിയമസഭക്കകത്ത് പി ടി തോമസ് കേരളത്തിലെ നിയമസഭക്കകത്ത് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഒരിക്കൽ പോലും ആരും ഉന്നയിച്ചില്ല. ഈ 70-ൽ ഈ പറയുന്ന കലാപത്തിന് ശേഷം ഉണ്ടാക്കിയ സന്ദർഭത്തിൽ, അതായത് UK കുഞ്ഞിരാമ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ഇയാൾ കേരളത്തിലെ നിയമസഭയിൽ അംഗമാണ്. ഇയാൾ ഒരിക്കൽ പോലും ഈ വിഷയം കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇയാൾ ഉന്നയിക്കാത്തത്? ഇയാൾ ഉന്നയിച്ചിട്ടില്ല. അത് അന്ന് ഈ പി ടി തോമസ് പരസ്യമായിട്ട് പരസ്യമായി നിയമസഭക്കകത്ത് വെല്ലുവിളിച്ചതാണ്. ഇതുപോലുള്ള കളവ് പറഞ്ഞ് ഇല്ലാത്ത ചരിത്രം ഉണ്ടെന്ന് വിളിക്കുക. ഇപ്പൊ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന് BJP ഇതേപോലെ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെ സംഭവം ഇവരെ പണിയെന്തെന്നാ? ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇയാളെ വീരപരിവ് എടുത്ത് കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിൽ ഈ തലശ്ശേരിയിൽ അന്ന് നടന്നിരിക്കുന്ന ഈ പറയുന്ന കലാപം നടത്തുന്നു, ഈ ഉമ്മൻചാണ്ടി കൊടുക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി എവിടെയുണ്ട്? ഇവരെ കിലോമീറ്റർ ദൂരത്തിലല്ല ഇയാളെന്ന് ഇല്ല. കളവ് പറയുന്നില്ലല്ലോ. ഈ പറയുന്ന സ്ഥലത്ത് എന്താ പറഞ്ഞാൽ ആടെയുള്ള ജനങ്ങൾക്ക് അരി കൊടുക്കുന്നതും ആടെയുള്ള വോളണ്ടിയർമാർ വെച്ചേക്കുന്നതും അതെല്ലാം തന്നെ പിണറായിലെ പാർട്ടിക്കാരാണ്. ആടെ കൊണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നതും ആരാണെന്ന് ഒരു അരിയും സാധനങ്ങളും അവർക്ക് ഇവിടുന്ന് മുഴുവൻ തന്നെ കൊടുത്തത്. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ ചെറായൻ താട്ടുവാന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇത് വസ്തുത ഇതായിരിക്കേ. ഇയാൾ ഏത് കലാപം തടഞ്ഞു എന്നാ പറയുന്നത്? ഏത് കലാപം? ഇയാൾ വന്നപ്പോ കലാപം അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ധ്വനിയില്ലേ? ഇയാൾ വന്ന് ഒരു കലാപമുള്ള സ്ഥലത്ത് ഇയാൾ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇയാളെ അവസ്ഥ എന്തായിരിക്കും? വേടിയല്ല. ഈ കോഴിക്കോട് മാറാട് കലാപം നടന്നില്ലേ? മാറാട് കലാപം നടന്നപ്പോ ഇയാൾ ആളെ ചെന്നിട്ട് മാറാട് കലാപത്തിലുള്ള സ്ഥലം സന്ദർശിക്കാൻ പോയില്ലേ? അന്നേരം അരയ സമുദായത്തിന്റെ അകത്ത് നേതാവായിരിക്കുന്ന ബാലൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ മീൻ മുറിക്കുന്ന കത്തിയെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് കാല് കൊത്തിക്കളെന്ന് പറഞ്ഞ ഇയാളോട്. കാല് കൊത്തിക്കത്തിയപ്പോ ഇയാൾ ആ സ്പോട്ടിൽ തന്നെയാണ് സ്ഥലപ്പെട്ട കക്ഷിയാണ് ഇയാള്. സ്പോട്ടിന് സ്ഥലപ്പെട്ടു ഇയാള്. അന്ന് അതിനുശേഷം ഞാൻ അവിടെ പ്രസംഗിച്ചതാണ്.
ഈ വെട്ട് ഇയാൾ വാങ്ങണമായിരുന്നു എന്ന് പ്രസംഗിച്ച ആളാണ് ഞാൻ അയാളെ പാർട്ടിക്കാരനല്ലെങ്കിൽ പോലും ഈ വെട്ട് അയാൾ വാങ്ങണമായിരുന്നു എന്ന് പ്രസംഗിച്ചവനാണ് ഞാൻ. ഇങ്ങനെ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു സത്യസന്ധതയില്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ നിലത്ത് വന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ശരിപ്പെട്ടി ഇതെല്ലാം എന്താ പറയുക? ഇതെല്ലാം തട്ടിപ്പ് തരികണ സംഭവങ്ങൾ മാത്രമാണിതല്ലോ. ഇതൊന്നും അല്ല വസ്തുത. അപ്പോൾ ഇങ്ങനെ വരുന്നതാവുന്ന അതായത് ഒരു കലാപത്തിന് വീണ്ടുന്ന ഗ്രൗണ്ട് വർക്കുകൾ മുഴുവൻ ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അത് ആടിപ്പടരുന്ന അവസ്ഥ ഉണ്ടാക്കി, കത്തിപ്പടരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ സുമാരി വലിച്ചു കളിക്കുക. ഇയാൾ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പ്രസംഗം മാത്രമാണ് തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങൾക്കകത്ത് ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റുന്നതിൽ അതിൽ ജമ്മത്തിന് അങ്ങനത്തെ പ്രസംഗം നടത്താൻ കഴിയില്ല. പക്ഷെ അത്തരം ഒരു പ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൗച്ചറിൽ CPIM-ന്റെ വൗച്ചറിൽ മുറിച്ചയാൾ ഇയാളാണ്. അതാണ് വാസ്തവത്തിൽ അതിന്റെ ഫലമായിട്ടാണ് ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇയാൾക്ക് വന്നിരിക്കുന്ന മുഴുവൻ സംഭവങ്ങൾക്കകത്ത് കേസ് ഉണ്ടാവാൻ വേണ്ടി എല്ലാം വരുന്ന ഇയാൾ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ CBI അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ പിന്നെ കേസന്വേഷണ അറസ്റ്റ് ചെയ്യാത്തത്? ഇയാൾ ഒരു വലിയ ചോദ്യപ്പാട് കിടക്കുന്നില്ലേ? ഇപ്പോഴും കിടക്കുന്നില്ലേ കേരള പോലീസിനകത്ത്? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സംഭവത്തിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് ഈ തലശ്ശേരിയിൽ അന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മഹാവൃത്തികേടിന്റെ വൃത്തികേട് അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലം കേരളം മുഴുവൻ തന്നെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ ഞങ്ങൾ വിളിച്ചോട് ഇതിന്റെ വേറൊരു ചിത്രധാരികള് അന്നത്തെ ആ സംഭവത്തിന്റെ മുകളിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം സമുദായം ഭയന്നിട്ടുണ്ട്. സംഭവം ശരിയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ നടത്തിയാൽ അവരെങ്ങനെ ഭയക്കുവോ? അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഭീതിയിലാക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണോ ഈ തലശ്ശേരിയിലെ മിക്കവാറും മുസ്ലിം വീടുകൾക്കകത്ത് കൊള്ളയടിക്കാൻ പോയവർ മുഴുവൻ ആരാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണ് പോയത്. അത് പച്ചക്കുതിര എന്ന് പറഞ്ഞ മാഗസീനകത്ത് വളരെ കൃത്യമായിട്ട് ആ സാധനം വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇത് ഇവരെ മനസ്സിലായി എന്നുള്ളതാണ് അതിന്റെ വിഷയം. ആക്രമിക്കാൻ പോയവരും കൊള്ളയടിക്കാൻ പോയ ഓരോ ആളുകളെയും ആ വീട്ടിലെ ആളുകൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ വരുന്ന ചിത്രം ഉണ്ടായിക്കാൻ നാളെ എന്തെങ്കിലും അറിഞ്ഞു പോയിട്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് വേണം ബുച്ചറിങ് നടത്തണം. അത് മാത്രം അതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ മിക്ക സ്ഥലങ്ങളിലും തലശ്ശേരിയുടെ കലാപം നടന്നിട്ട് ഇതിന്റെ പള്ളി ഒളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒന്നും തന്നെ 101% കരട്ടെ പരിവാറിന് കിലോമീറ്റർ പോലും പരിവാറില്ലാത്ത മേഖലകളാണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. മാത്രമല്ല അതെല്ലാം തന്നെ CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ആയിരിക്കുന്ന മേഖലകളുമാണ്. ഈ പിണറായി ഓലമൻ ടൗണിലെ പള്ളി കാവലുന്നതിന് ആരാ കാവലുന്നത്? പള്ളി കാവലുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ വോളണ്ടിയേഴ്സിനെ കാവലുന്നത്. പാറപ്പെട്ട പള്ളി അന്നേരം പൊളിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ വിഷയം. പാറപ്പെട്ട പള്ളി പൊളിക്കുമ്പോൾ വിട്ട് ഇതിനകത്തൊരു വിഷയം എന്നാൽ ഇയാളെ വീട് പാണ്ഡ്യാലമുക്കിലാണെന്നല്ലേ? ഇയാളെ വീട് പാണ്ഡ്യാലമുക്കിൽ എത്രയോ കാലത്തിന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാണ്ഡ്യാലമുക്കിൽ വീട് സ്ഥലം എങ്ങനെയാ കിട്ടുന്നത് എനിക്കറിയാം. അതെടുക്കട്ടെ. പക്ഷേ ഇയാളുടെ വീട് ഇടക്കടവിനാണ്. ഇടക്കടവ് പാറപ്പുറത്തിന്റെ അടുത്ത് വരുന്നൊരു ഭാഗമാണ്. ആ വീട്ടിൽ നിന്നാണ് ആരെ കൂട്ടിയിട്ട് പോകുന്നത്? പാട്ടൻ രാജാട്ടൻ ഇയാളെയും കൂട്ടി തലശ്ശേരിയിലേക്ക് വരുന്നത്. ഈ വീട്ടിൽ നിന്നാണ് കുമാരൻ അടുത്തേക്ക് പോകുന്നു. കുമാരൻ പള്ളി ഓടിക്കാൻ പോകുന്നു. അപ്പൊ ഒരു ഭാഗത്ത് എന്ത് വരികയാണ്? സമാധാനത്തിന്റെ ദൂതനായി പാട്ടൻ രാജാട്ടന്റെ കൂടെ ഈ കാറിനകത്തേക്ക് വരികയാണ്. അത് ഏതാണ്ട് ഒരു 11:30 മണിയായിട്ട് 1 മണിയായിട്ട് അതായത് കലാപത്തിന്റെ ഒരു വലിയ പോർഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നടന്നു കഴിഞ്ഞ് ഇത് ഇപ്പുറത്തെ ഇയാൾ വരുമ്പോഴാണ് കുമാരൻ അപ്പുറത്ത് പോയിട്ട് പള്ളി ഓടിക്കുന്ന വഴി എടുക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് എൻ്റെ അകത്ത് സമീപം ഫേസ്ബുക്കിൽ തന്നെ ഇതിനകത്ത് ഈ അന്നത്തെ FIR-നകത്ത് ധർമ്മടം പോലീസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിനകത്ത് ഇപ്പോൾ ഒരേ വീട്ടിനകത്താണ് രണ്ട് കക്ഷികളുള്ളത്. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കിടക്കുന്നത്. അവിടെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ കലാപം ബോധപൂർവ്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതുണ്ടായി. ഇന്നും ഈ കേരള രാഷ്ട്രീയത്തിൽ വിറ്റുപോകുന്ന ഒരു പൊളിറ്റിക്കൽ ജാർഗനാണ് ഈ സാധനം. ഇന്നും വിറ്റുപോകുന്ന ഒരു ജാർഗനാണ് ഈ സാധനം. ഞങ്ങളാണ് ഈ കലാപത്തെ തടഞ്ഞു നിർത്തി. എന്ത് കലാപം തടഞ്ഞു നിർത്താൻ? അന്ന് ആ കലാപത്തെ തടഞ്ഞു നിർത്തി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാരാ? അത് ഒന്ന് വന്നത് ആരാന്ന് പറഞ്ഞാൽ MBR ആണ്. അന്ന് MBR വന്നതിന് ശേഷമാണ് MBR ദേശാഭിമാനം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്വന്തം ജീവൻ ബലി കൊടുത്താൽ പോലും ഈ കലാപത്തിൽ തലശ്ശേരിയെ രക്ഷിക്കേണ്ടതുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യമാണ് പ്രധാനം. ഇത് പ്രസംഗിച്ച ആളാണ് ഈ പറയുന്ന MBR. ഇപ്പുറത്തെ ചെയ്ത പണി എന്താണ്? ഇപ്പുറത്ത് നേരെ തിരിച്ചായി ചെയ്ത പണി എന്താണ്? മുസ്ലിം വിരോധം ലീഗ് വിരോധം പറഞ്ഞ് മുസ്ലിം വിരോധം ഉണ്ടാക്കുകയും ചെയ്തു. ഇയാൾ ഒരു പാർട്ടി തന്നെയാണ് ഈ രണ്ടാളും. അതിന്റെ വിചിത്രത എന്ന് പറയുന്നത് ഈ വിചിത്രതയാണ് ഇപ്പോഴും വളരെ ഭംഗിയായി അയാൾ കേരളത്തിന്റെ മാർക്കറ്റിനകത്ത് അയാൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഒരുക്കുക എന്ന ഗൂഢ പദ്ധതിയാണ് സത്യത്തിൽ അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ അയ്യപ്പദാസ്.